بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പ്ലസ് ടുവിലെ കൂട്ടുകാരെ, ലിസാനുൽ ഖുർആനിലെ 8ാമത്തെ പാഠം നിസ്ബയെ കുറിച്ച് പറയുന്ന ഇബ്നു മാലിക് എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇബ്നു മാലിക് റഹിമഹുല്ലാ. ഇബ്നു മാലിക് എന്നവർ വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്. നഹ്വിന്റെ വിഷയത്തിൽ നമ്മൾ അറബി ഗ്രാമറാണല്ലോ ലിസാനുൽ ഖുർആനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും നല്ല മനോഹരമായ രചന നടത്തിയിട്ടുള്ള എല്ലാ നഹ്വ് പഠിക്കുന്ന അറബി ഗ്രാമർ പഠിക്കുന്ന വിദ്യാർത്ഥികളും അദ്ദേഹത്തോട് കടപ്പെട്ടിട്ടുണ്ട്. അത്രയും പ്രമുഖനായ നഹ്വിന്റെ ഒരു പണ്ഡിതനാണ് ഇബ്നു മാലിക് റഹിമഹുല്ലാ. അദ്ദേഹം രചിച്ചിട്ടുള്ള ബൈത്തുകളാണ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ഓരോ പാഠങ്ങളും കഴിയുമ്പോൾ അതിന്റെ അവസാനത്തിൽ നമ്മൾ പഠിച്ചു പോരുന്നത്. അറബി ഗ്രാമറിലെ എല്ലാ നിയമങ്ങളെയും വളരെ മനോഹരമായി കോർത്തിണക്കി 1000 ബൈത്തുകളുള്ള അൽഫിയ എന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയും ആ ഗ്രന്ഥം ഉപയോഗിച്ചാണ് ഇന്ന് ലോകത്തൊട്ടുമിക്ക സ്ഥലങ്ങളിലും നഹ്വ് ഗ്രാമർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത അത് ബൈത്താണ്, അതുകൊണ്ട് തന്നെ പഠിച്ചു വെക്കാൻ എളുപ്പമാണ് എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രന്ഥം കൂടിയാണത്. അറബി ഗ്രാമറിന്റെ നിയമങ്ങളെ വളരെ നല്ല രീതിയിൽ ഒരു ഓർഡറിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. ഏതായാലും ഈ പാഠത്തിൽ തന്നിരിക്കുന്ന സെന്റൻസുകൾ നമുക്ക് ഉദാഹരണമായിട്ട് നിസ്ബ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്ന സെന്റൻസുകളൊക്കെ ഇബ്നു മാലിക് റഹിമഹുല്ലാ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കൽ നമുക്ക് അനിവാര്യമാണ്. നമ്മൾ ഗ്രാമർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് നമുക്ക് കടപ്പാടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിസ്ബ എന്നതാണ് നമ്മുടെ വിഷയം. നിസ്ബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം. ഇൽഹാഖു ആഖിറിൽ ഇസ്മി യാഅൻ മുശദ്ദദതൻ ലിദലാലത്തി നിസ്ബത്തി ഷൈഇൻ ഇലൈഹി. ഒരു സാധനത്തെ ഒരു ഇസ്മില് വേറെ ഒന്നിനെ അതിലേക്ക് ചേർത്തി പറയുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഷദ്ദുള്ള യാഇനെ അതിന്റെ അവസാനത്തിൽ ചേർക്കലാണ് നിസ്ബ. ഇതിങ്ങനെ പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവണമെന്നില്ല. ഹിന്ദ് എന്ന ഒരു ഇസ്മ എടുക്കുക. ഹിന്ദ് അല്ലെങ്കിൽ അൽ ഹിന്ദ് എന്ന് വിചാരിച്ചോളൂ, ഇന്ത്യ എന്ന അർത്ഥത്തിൽ. ഇവിടെ അല്ല് ചേർത്താൽ മതി. ഓക്കെ, അൽ ഹിന്ദ് അല്ലെ അൽ അന്തുലുസ്. അപ്പം അന്തുലുസ് എന്ന് പറഞ്ഞാൽ സ്പെയിൻ എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ സ്പെയിൻ എന്ന് വിളിക്കുന്ന പ്രദേശത്തിന്റെ പഴയകാല നാമമാണ്, അറബി നാമമാണ്. അത് മുസ്ലിം ഭരണകാലത്ത് മുസ്ലിങ്ങളുടെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രസിദ്ധമായ മുസ്ലിം ഭരണാധികാരികൾ, അറബ് ഭരണാധികാരികൾ, അബ്ദുറഹ്മാൻ ദാഖിലിനെ പോലെയൊക്കെയുള്ള വളരെ ഫേമസ് ആയ ഭരണാധികാരികൾ മനോഹരമായി ഭരണം നടത്തിയിരുന്ന ഒരു പ്രദേശമാണ് അന്തുലസ് എന്ന് പറയുന്നത്. വിജ്ഞാനത്തിന്റെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ലോകത്തുനിന്ന് എല്ലായിടത്തുനിന്നും ആളുകൾ വിജ്ഞാനത്തിന് വേണ്ടി പോയിരുന്ന അന്നത്തെ കാലത്തെ, ഇന്ന് അമേരിക്ക, ബ്രിട്ടൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, ഓക്സ്ഫോർഡിലേക്കൊക്കെ ആളുകൾ പോകുന്നത് പോലെ ആളുകൾ പഠിക്കാനൊക്കെ പോയിരുന്ന പ്രദേശമാണ് അന്തുലസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ചരിത്രം കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അപ്പൊ അന്തുലുസ് എന്ന പേരിലേക്ക് ഒരു ഷെയ്ഇനെ അതിലേക്ക് ചേർത്തി പറയാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് റജുലുൻ അന്തുലുസിയുൻ, അന്തുലുസുകാരനായ വ്യക്തി. അപ്പൊ എന്തോ ഒരു സാധനത്തെ അതിലേക്ക് ചേർത്തി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വരിക? അന്തുലുസുകാരൻ. ഹിന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യക്കാരൻ. അപ്പൊ ഇന്ത്യ എന്ന പദത്തിലേക്ക് വേറെ ഒന്നിനെ അതിലേക്ക് ചേർത്തി പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യക്കാരനായ, അല്ലെ ഇന്ത്യക്കാരൻ, അന്തുലുസുകാരൻ. മഗ്രിബിയെ എന്ന് പറയുമ്പോൾ എന്തായി? മഗ്രിബ് എന്നതിലേക്ക്, മഗ്രിബ് എന്ന് പറഞ്ഞാല് മഗ്രിബ് എന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇസ്മിലേക്ക് നമ്മൾ വേറെ ഒന്നിനെ ചേർത്തി പറയാൻ. അപ്പം മഗ്രിബുകാരൻ. അപ്പം കുടി എന്ന് പറഞ്ഞു. കുടി എന്നതിലേക്ക് നമ്മൾ ഒരാളെ ചേർത്തിയിട്ട് പറയുമ്പോൾ കുടിയൻ എന്നാകും. അപ്പൊ ഇങ്ങനെ പറയാൻ നമ്മള് നോർമലി ഇത്ര മനസ്സിലാക്കാൻ, നമ്മൾ മലയാളത്തിൽ പലപ്പോഴും എൻ എന്നൊക്കെയാണ് അതിന്റെ കൂടെ ചേർക്കുക. എന്തെങ്കിലും ഒരു സാധനത്തിന്റെ കൂടെ എൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആണെങ്കിൽ രൻ. ഇപ്പം ഇന്ത്യക്കാരൻ എന്നല്ലേ പറയും, ഇന്ത്യക്കാരൻ അല്ലെ. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിലും ഇതേപോലെ സംഭവം ഉണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇന്ത്യ പ്ലസ് എൻ, അപ്പൊ എന്താവും? ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യനായ. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ മാത്രമാണോ പറയാ? അല്ലല്ലോ. ഇപ്പം ഇന്ത്യൻ ക്ലോത്ത് എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഇന്ത്യൻ ക്ലോത്ത് എന്ന് പറഞ്ഞൂടെ? ഇന്ത്യൻ ക്ലോത്ത്. അല്ലെങ്കിൽ എന്താണ്? ഇന്ത്യൻ ടൈഗർ എന്ന് പറഞ്ഞൂടെ? ഇന്ത്യൻ ടൈഗർ എന്ന് പറഞ്ഞൂടെ? ഇന്ത്യയിൽ കാണപ്പെടുന്ന കടുവയെ ഇന്ത്യൻ കടുവ എന്ന് പറയും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു സാധനത്തെ ഇതിലേക്ക് ചേർത്തി പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ എന്നൊക്കെ ചേർക്കുന്നത് പോലെ, എല്ലപ്പോഴും എന്നൊന്നും അല്ല കേട്ടോ, മലയാളത്തിൽ എന്നൊക്കെ ചേർക്കുന്നത് പോലെ അറബിയിൽ എന്ത് ചേർക്കുക? ഒരു ഷദ്ദുള്ള യാ ചേർക്കുക. അപ്പൊ എന്തർത്ഥം കിട്ടും? ആ വസ്തുവിലേക്ക് ചേർത്തി പറയുന്ന ഒരർത്ഥം കിട്ടും. അപ്പൊ ഒരു ഷെയ്ഇനെ ആ ഇസ്മിലേക്ക് ചേർത്തി പറയുന്നു എന്നറിയിക്കുന്നതിന് വേണ്ടി ആ ഇസ്മിന്റെ അവസാനത്തിൽ ഷദ്ദുള്ള ഒരു യാഇനെ ചേർക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് നിസ്ബ എന്ന്.
സിമ്പിൾ അല്ലേ? അർത്ഥം എന്തായിരിക്കും? ഇന്ത്യക്കാരൻ, അന്തുലുസുകാരൻ, അല്ലെങ്കിൽ അന്തുലുസിലുള്ള ഇപ്പം ഇത് അന്തുലുസുകാരൻ എന്ന് മാത്രമല്ല അർത്ഥം വരിക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്ന് കാണപ്പെടുന്ന വേറെ എന്തെങ്കിലും ഒരു സാധനത്തെ നമ്മൾ എന്ത് പറയും? ആ സാധനം എന്ന് പറഞ്ഞതിന് ശേഷം ഹിന്ദിയുൻ, ഇന്ത്യയിൽ നിന്നുള്ള, ഇന്ത്യയുമായി ബന്ധപ്പെട്ട, ഇന്ത്യയിലെ കാണപ്പെടുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഒരു സിംഗിൾ വേർഡ് ആയിട്ടാണ് എന്ത് ഇവിടെ വർക്ക് ചെയ്യുക? ഹിന്ദിയെ എന്നത് വർക്ക് ചെയ്യുക. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇന്ത്യക്കാരൻ എന്നൊരർത്ഥം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എന്നുള്ളൂ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്തിനേയും ഇതിന്റെ മുമ്പിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ ആ സാധനത്തിന് അതിലേക്ക് ചേർക്കുന്ന ഒരു അർത്ഥം കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ്സേ ഉള്ളൂ. ഒന്ന്, ഹുക്മുൻ നിസ്ബത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം പരീക്ഷയ്ക്കൊക്കെ വരാറുണ്ട്. ഹുക്മുൻ നിസ്ബത്ത് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടൊരു സംഭവമൊന്നും ഇല്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ഹുക്മുൻ നിസ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്സർ മാ ഖബലൽ യാഇൽ മുനാസിബത്തി. നമ്മൾ യാ അല്ലേ ചേർക്കുന്നത്, അവസാനത്തിൽ യാ അല്ലേ ചേർക്കുന്നത്? ഷദ്ദുള്ള യാ ആണ് നമ്മൾ അവസാനം ചേർക്കുന്നത് അല്ലെ? അവസാനാണ് ചേർക്കുന്നത്. ഈ യായിനെ കൊണ്ട് പല പരിപാടികളും നമ്മൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? തസ്ഗീർ ചെയ്യുമ്പോൾ നമ്മൾ സുക്കൂനുള്ള യാ ആണ് ചേർത്തിരുന്നത്. അത് പക്ഷെ എവിടെയാണ്? രണ്ടാമത്തെ അക്ഷരത്തിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ പല പരിപാടികളും ഉണ്ട്. അപ്പം അവസാനത്തിൽ യാ ചേർക്കുക എന്ന് പറയുമ്പം, ആ അവസാനത്തിൽ യാ ചേർക്കുമ്പം അതിനോട് ഒരു യോജിപ്പുണ്ടാവാൻ വേണ്ടി, യാ ചേർക്കുമ്പം ആ യാഇനോട് യോജിപ്പുണ്ടാവാൻ വേണ്ടി തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്ർ കൊടുക്കണം എന്നതാണ് നിസ്ബയുടെ ഹുക്മ്. മനസ്സിലായോ? ജയ്യാൻ എന്ന് പറയുന്ന സ്ഥലത്തോട് നമ്മൾ എന്തോ ഒരു സാധനത്തെ എന്ത് ചെയ്യാണ്? ചേർത്ത് എന്താണ് ഒരു വസ്തുവിനെ ചേർത്തി പറയാൻ വേണ്ടിയിട്ട് ജയ്യാൻ എന്നതിനോട് നമ്മൾ ഷദ് കൊടുത്ത് നിസ്ബ ചെയ്യാണ്, ഷദ്ദുള്ള യാ കൊടുത്ത് നിസ്ബ ചെയ്യാണ്. അപ്പം ജയ്യാനയ്യ് എന്ന് പറയുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ജയ്യാനുയ്യ് എന്ന് പറഞ്ഞാൽ ഏതായാലും രസം ഉണ്ടാവില്ല. യോജിപ്പുണ്ടാവണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? യാഇന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരത്തിന് കസർ കൊടുക്കണം. അപ്പോഴാണ് അതൊരു വൃത്തി കിട്ടുക. അതാണ് ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നിസ്ബയുടെ ഹുക്ം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്, മുനാസബത്തിന് വേണ്ടി, ഒരു യോജിപ്പുണ്ടാവാൻ വേണ്ടി യാഇന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുക്കലാണ്. ഈ കസർ എല്ലാ നിസ്ബയിലും നമ്മൾ കൊടുക്കും. സാധാരണ എല്ലാ നിസ്ബയിലും നമ്മൾ ഈ ഷദ്ദുള്ള യാഇന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് എന്ത് കൊടുക്കും? കസർ കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ള കാര്യം. രണ്ടാമതായിട്ട് പറയേണ്ടത്, ഒരു ഇസ്മ, നമ്മൾ ഈ ഏത് ഇസ്മിനെയാണോ നമ്മൾ യാ ചേർത്ത് നിസ്ബ ചെയ്യുന്നത്, ആ ഇസ്മ ഐനിന് കസറുള്ള സുലാസിയാണെങ്കിൽ, ഐനിന് കസറുള്ള സുലാസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഐന് എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ അക്ഷരം എന്നാണ് അർത്ഥം. നമ്മൾ ഫിഅലിലായാലും ഇസ്മിലായാലും ഫാ, ഐന്, ലാമ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണല്ലോ. ഇപ്പം അസദുൻ എന്ന് പറഞ്ഞാല് ഇതിൽ ഫാ ഉണ്ട്, ഐൻ ഉണ്ട്, ലാം ഉണ്ട്. നമ്മൾ മാത്സിൽ എക്സ് വൈ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സാധനമാണ് ഈ ഫാ, ഐന്, ലാമ്. അതിന് വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഫാ, ഐന്, ലാമ്. ശരിക്കും ഇത് ഫിഅലിൽ നിന്നാണ് വരുന്നത്. ഫഅല എന്ന് പറയുന്ന സാധനത്തിന്റെ ഫാ, ഐനും, ലാമും ആണ്. ഏതൊരു സാധനത്തിൽ ഇപ്പം ദറബ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫാ ഫീല്, ഐൻ ഫീല്, ലാം ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. ഫാ ഫീൽ എന്ന് പറയുന്നത് ഒന്നാമത്തത്, ഐൻ ഫീൽ രണ്ടാമത്തത്, ലാം ഫീൽ മൂന്നാമത്തത്. അതുപോലെ ഇസ്മിലും ഉണ്ട്. ഇസ്മിലും ഫാ, ഐനും, ലാമും ഉണ്ട്. അപ്പൊ ഒന്നാമത്തതിന് ഫാ, രണ്ടാമത്തത് ഐന്, ലാം, മൂന്നാമത്തതിന് ലാം എന്ന് പറയും. അപ്പൊ ഇവിടെ പിന്നെ ഫിയൽ അല്ലാത്തതുകൊണ്ട് ഫാ ഫിയൽ എന്ന് നമ്മൾ പറയണ്ട. ഫാവുൽ ഇസ്മു എന്നൊക്കെ വേണേൽ പറയാം, ഐനുൽ ഇസ്മു എന്ന് വേണേൽ പറയാം, ഐനുൽ ഫിയൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ പറഞ്ഞത്രേ ഉള്ളൂ. ഐനിന് കസറുള്ള എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ അക്ഷരത്തിന് കസറുള്ള സുലാസിയാണ് ഇസ്മു എങ്കിൽ, മൂന്നക്ഷരാണ്, രണ്ടാമത്തേന് കസർ ആണെങ്കിൽ ആ കസറിനെ മാറ്റി ഫതഹാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ എന്താണ് ഇപ്പം ഫഹിദുൻ എന്നൊരു വാക്ക്, ഫഹിദുൻ രണ്ടാമത്തെ അക്ഷരത്തിന് കസറുള്ള മൂന്നക്ഷരം കാണുന്ന ഒരു എന്താണ്, മൂന്നക്ഷരമുള്ള ഒരു ഇസ്മാണിത്. ഇതിലേക്ക് നമ്മൾ യാഇനെ ചേർക്കുന്ന സമയത്ത്, ഷദ്ദുള്ള യാ ചേർത്ത് നിസ്ബയാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? എന്ത് ചെയ്യണം? ഇപ്പൊ ആദ്യം അവസാനം ഒന്നുമില്ല, ഞാൻ പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഷദ്ദുള്ള യാ കൊടുക്കും. അത് പിന്നെ മുബത്തദായതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? തൻവീൻ ലമ്മാണ് കൊടുക്കുന്നത്. അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഷദ്ദുള്ള യാ കൊടുത്താൽ നമുക്കറിയാം തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുക്കണം എന്നുള്ളത് നിസ്ബന്റെ ഹുക്കുമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുക്കണം എന്നുള്ളത് നിസ്ബന്റെ ഹുക്കുമാണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുത്തു. തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കസറല്ലേ ഉള്ളത്, ഇതന്നെ കസർ കൊടുത്താൽ ഇത് പറയുമ്പോൾ ഒരു ഇടങ്ങാറുണ്ടാവും. ആ ഇടങ്ങാറങ്ങ് ഒഴിവാക്കാൻ അറബികൾ പൊതുവെ മടിയന്മാരാണ്.
ഇങ്ങനെയുള്ള ഇടങ്ങാറുകളൊന്നും അവർ സഹിക്കൂല, അവർ വേഗം ഇതിനങ്ങ് ഫത്ത് കൊടുക്കും. ഇതാണ് അവരുടെ ശൈലി. അപ്പൊ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. മൂന്നക്ഷരമുള്ള ഒരു പദത്തിലേക്ക് നിസ്ബ ചെയ്യുന്ന സമയത്ത് അതിലെ രണ്ടാമത്തെ അക്ഷരത്തിന് കസ്റാണെങ്കിൽ അത് മാറ്റിയിട്ട് ഫതഹ് കൊടുക്കണം. അപ്പൊ ഫഹിദ് എന്നതിനെ നിസ്ബ ചെയ്ത ഫഹദിയുൻ എന്നാണ് ഉണ്ടാവുക. ഫഹിദിയുൻ അല്ല, ഫഹദിയുൻ എന്നാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഇതേപോലെയുള്ള മൂന്നക്ഷരം വരുന്ന ഒരു എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിന്റെ നടുക്കുള്ളതിന് കസറാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്ത് നോക്കുക, യായിനെ ചേർത്തുകൊണ്ട് പറഞ്ഞു നോക്കുക. അപ്പൊ എങ്ങനെ പറയണം? രണ്ടാമത്തെ അക്ഷരത്തിന്റെ കസർ മാറ്റിയിട്ട് ഫത്തഹ് ആക്കണം. മൂന്നക്ഷരമുള്ള ഒരു മക്സൂറുല്ലായ ഇസ്മിനെയാണ് നമ്മൾ നിസ്ബ ചെയ്യുന്നതെങ്കിൽ അതിലെ രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്തഹ് കൊടുക്കണം. ഇത്രേ ഉള്ളൂ. വാട്ട് ഇസ് നെക്സ്റ്റ്? ഇൻകാന റുബാഇയ്യൻ മക്സൂറലൈനി ബിഖൈനഹു അലൽ കസരി. നമ്മള് മൂന്നക്ഷരമുള്ളതിന്റെ കാര്യ പറഞ്ഞതെന്നുണ്ടെങ്കിൽ മൂന്നക്ഷരമുള്ളത് ഫത്തഹ് കൊടുക്കണം എന്ന് പറഞ്ഞു, കറക്റ്റ് ആണ്. പക്ഷെ നാലക്ഷരം ഉണ്ടെങ്കിൽ ഫത്തഹ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ മൂന്നക്ഷരം ഉള്ളതിനെ പ്രത്യേകം പറഞ്ഞത്. നാലക്ഷരാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നാലക്ഷരാണെങ്കിൽ ആ ഇബ്ഖി ഐനഹു അലൽ കസരി, ആ ഐനിനെ കസറിന്റെ മുകളിൽ തന്നെ നിലനിർത്തിയാൽ മതി, മാറ്റമൊന്നും വരുത്തണ്ടാന്ന്. ഇപ്പൊ മശ്രിഖുൻ എന്ന വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഇവിടെ നമ്മൾ അതിന്റെ അസ്ലിയ അക്ഷരങ്ങളൊന്നും അല്ല, മൊത്തത്തിലാണ് നോക്കുന്നത്. എന്താണ്? 1, 2, 3, 4 നാലക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം നാലാമത്തെ നാലക്ഷരം ഉണ്ട്. അപ്പൊ ഇതിലെ ഐന് ഈ റാ ആണ് കേട്ടോ, കാരണം ഈ മീമ്. അപ്പൊ നമ്മൾ ഇത് നോക്കൂല, ഇത് സായിദയാണ്. ഇതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇത് ജസ്റ്റ് ഈ ഉദാഹരണം പഠിച്ചു. ഇത് സായിദയാണ്, മീമ് സായിദയാണ്. ഇതിലെ ഫാ എന്ന് പറയുന്നത് ഷീനും ഐന് എന്ന് പറയുന്നത് റാവും ഷർക്ക് എന്ന വാക്കാണ് എന്താവുന്നത്? മശ്രിഖാവുന്നത്. അപ്പം അതിലെ ഫാഉ ഐനു ലാമും നോക്കുമ്പോൾ ഷർക്കിലെ റാ ആണ് എന്ത്? ഐനായിട്ട് വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഐനിന് കസറാണ്, പക്ഷെ നാലക്ഷരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം മശ്രിഖ് എന്നതിനെ മശ്രിഖിയുൻ എന്ന് പറയാൻ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാകൂല. അപ്പൊ അറബികൾക്ക് പ്രയാസം ഇല്ലെങ്കിൽ പിന്നെ അവർ മാറ്റാൻ നിൽക്കില്ല, പ്രയാസം ഉണ്ടെങ്കിൽ അവർ മാറ്റുകയും ചെയ്യും. അതാണ് അവരുടെ ശൈലി. അപ്പൊ മശ്രിഖിയുൻ എന്നതിനെ നമ്മൾ നിസ്ബയാക്കുന്ന സമയത്ത് മശ്റഖിയുൻ ആക്കാൻ പോകരുത്, അത് മശ്രിഖിയുൻ തന്നെയാണ്. കാരണം എന്താ? അത് നാലക്ഷരമുള്ളതാണ്. നാലക്ഷരമുള്ളതാണെങ്കിൽ ഐനിന്റെ കസറിനെ നിലനിർത്തണം. ഐനിന്റെ കസർ എന്ന് പറഞ്ഞാല് അസ്ലിയായ രണ്ടാമത്തെ അക്ഷരത്തിന്റെ കസർ നിലനിർത്തണം. ക്ലിയർ ആണോ? ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം നിസ്ബ എന്താന്ന് പറഞ്ഞു. നിസ്ബ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സാധനത്തെ അതിലേക്ക് ചേർത്തി പറയാൻ വേണ്ടി ഒരു ഇസ്മിന്റെ അവസാനത്തിൽ ഷദ്ദുള്ള യാ ചേർക്കുന്ന പരിപാടിയാണ് നിസ്ബ എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൽ യാഇന്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരത്തിന് കസർ കൊടുക്കണം. അതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. യാഇന്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരത്തിന് കസർ കൊടുക്കണം. രണ്ടാമത്തത് എന്താണ്? അതിലെ സുലാസി മക്സൂർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ, ഇസ്മ സുലാസി മക്സൂർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫത്തഹ് ആക്കണം. മൂന്നാമത്തത് എന്ന് പറയാനൊന്നുമില്ല, ഇതിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. നാലക്ഷരം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫത്തഹ് ആക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? അപ്പം ഈ കസർ എപ്പോഴും ഉള്ളതാണെന്ന് ഓർമ്മിച്ച് വെക്കുക. യാഇന് മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുക്കുക എന്നുള്ളത് ഒരു കോമൺ നിയമമാണ്. മൂന്നക്ഷരമുള്ള ഒരു സാധനമാണെങ്കിൽ അതിന്റെ ഐനിന്റെ കസറിനെ മാറ്റിയിട്ട് ഫത്തഹ് ആക്കണം എന്നുള്ളതാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പുതിയ നിയമമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ചില എടുത്ത് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം നാലക്ഷരമുള്ളതാണെങ്കിൽ അതിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫത്തഹ് ആക്കേണ്ട ആവശ്യം ഇല്ല. പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയില്ല എന്ന് വിചാരിക്കുന്നു. സംഭവം വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടി ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് കേട്ട് നോക്കിയാൽ മനസ്സിലാവാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതും കൂടെ ഈ പാഠത്തിൽ ആകെ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ പദങ്ങൾ മുഅന്നസ് ആണെങ്കിലുള്ള ചില നിയമങ്ങളാണ്. മുഅന്നസ് ആകുമ്പം ചില പ്രത്യേകതകളൊക്കെ വരും അല്ലെ? അപ്പം ഇസ്മു മുഅന്നസ് ആണ്, പക്ഷെ എന്തുകൊണ്ടാണ് മുഅന്നസ് ആയിരിക്കുന്നത്? താ കൊണ്ട്. താ കൊണ്ട് മുഅന്നസ് ആണ് എങ്കിൽ, താ കൊണ്ട് മുഅന്നസ് ആണ് ഇസ്മു എങ്കിൽ എന്താ ചെയ്യേണ്ടത്? തായിനെ കളയണം. ഇവിടെ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത് നാസുറത്തിനെ തസീർ ചെയ്യുമ്പോൾ നാസിരി എന്ന് പറയണം എന്നാണ്. നാസിറത്തുൻ എന്ന വാക്കിനെ ഞാൻ ഇടക്കിടക്ക് തസീർ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ പൊരുത്തപ്പെടണേ. എന്താണ്? നിസ്ബ ചെയ്യുമ്പോൾ, നാസിറത്തിനെ നിസ്ബ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? നാസിറത്തി എന്ന് പറയരുത്, നാസിരി എന്നാണ് പറയേണ്ടത്. അതേസമയം ഇങ്ങനെയാണ്, അല്ലാതെ ഇത് നാസിരിയത്ത് എന്ന് പറയുന്നതിൽ തെറ്റില്ല കേട്ടോ. അത് വേറൊരു സംഭവമാണ്. നാസിരിയത്ത് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. നാസിറത്തി എന്ന് പറയരുത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നാസിരി എന്നാണ് പറയേണ്ടത്, നാസിറത്തി എന്നല്ല പറയേണ്ടത്.
അപ്പം ഉദാഹരണത്തിന് സഹ്റത്ത് അല്ലെങ്കിൽ സുഹ്റത്ത് എന്നാണ് വിചാരിച്ചോ. സുഹ്റത്ത് അല്ലെങ്കിൽ സഹ്റത്ത് എന്നായാലും മതി. സഹ്റത്ത് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ തസ്ഗീർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? സഹരിയ്. അല്ലെങ്കിൽ സുഹ്റത്ത് എന്നാണെങ്കിൽ സുഹരിയ് ഇങ്ങനെ ഉണ്ടാവുക അല്ലെ. ഷിഹാബുദ്ദീൻ സുഹരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനൊക്കെ ആൾക്കാരുണ്ട്, പ്രമുഖരായ പണ്ഡിതന്മാരാണ്. അപ്പൊ സുഹരിയ് എന്നാണ് പറയാ. എന്ത് ചെയ്യൂല? സുഹ്റത്തിയ് എന്ന് പറയൂല. ഇതാണ് പറയുന്നത് ഈ തായിനെ എന്ത് ചെയ്യണം എന്ന് കളയണം എന്ന്. അപ്പൊ മുഹന്നസ് താ കൊണ്ട് മുഹന്നസ് ആയതാണെങ്കിൽ തായിനെ എന്ത് ചെയ്യണം? കളയണം. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? തായിനെ കളഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് യാഇനെ ചേർക്കേണ്ടത്. എന്നാൽ അലിഫ് കൊണ്ടാണ് മുഹന്നസ് ആയത് എങ്കിൽ, അലിഫ് കൊണ്ടാണ് മുഹന്നസ് ആയത് എങ്കിൽ, അലിഫ് എന്ന് പറയുമ്പോൾ രണ്ട് തരം അലിഫുണ്ട്. മക്സൂറന്റെ അലിഫും ഉണ്ട്, മംദൂദന്റെ അലിഫും ഉണ്ട്. മക്സൂറന്റെ അലിഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? മക്സൂറന്റെ അലിഫ് എന്ന് പറഞ്ഞാല് നമ്മള് അലിഫ് കൊണ്ട് തീർന്നു. അത് അലിഫോട് കൂടെ തീർന്നു. ഉദാഹരണത്തിന് അസോ എന്നിവിടെ ഉണ്ട്, ഞാനൊന്നും കൂടെ എഴുതാം. അസോ ലാസ്റ്റ് അലിഫാണ്. ഇത് തേനീസിന്റെ അടയാളമായ അലിഫ. തേനീസിന് താവ് മാത്രമൊന്നുമല്ല അടയാളമായിട്ടുള്ളത്. ഇനീസിന്റെ അടയാളമായിട്ടേ മുഅന്നസിന്റെ അടയാളമായിട്ട് താവ് മാത്രമൊന്നുമല്ല ഉള്ളത്, അലിഫൊക്കെ ഉണ്ട്. അതിൽപ്പെട്ടൊരു അലിഫാണിത്, അസാ. രണ്ടാമത്തത് പിന്നെ വേറൊരു അലിഫ് മംദൂദന്റെ അലിഫാണ്. ഈ മംദൂദ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മംദൂദ അതിൽ മദ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, മദ്. അതുകൊണ്ടാണ് മംദൂദ എന്ന് പറയുന്നത്. അപ്പം സമാ എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ, ഇതിൽ അവസാനം ഒരു അലിഫും അതിനുശേഷം പിന്നെ ഒരു ഹംസയും ഇങ്ങനെ വരുമ്പോഴാണ് മംദൂദ എന്ന് പറയുന്നത്, നീട്ടി വായിക്കുന്നത്. അപ്പൊ ഹംസ ഉണ്ടാവും ലാസ്റ്റ്. അലിഫിന് ശേഷം ആരും കൂടെ ഉണ്ടാവും? ഹംസയും കൂടെ ഉണ്ടാവും. അതിനാണ് മംദൂദ എന്ന് പറയുന്നത്. അപ്പൊ മക്സൂറന്റെ അലിഫും ഉണ്ട്, മംദൂദന്റെ അലിഫും ഉണ്ട്. ഇത് രണ്ടും മുഅന്നസിന്റെ അടയാളമായിട്ട് വരുന്ന സാധനങ്ങളുമാണ്. അപ്പൊ നമ്മള് മക്സൂറന്റെ അലിഫിനെ കുറിച്ച് ആദ്യം പറയാം, എല്ലാം കൂടെ പറയണ്ട. മക്സൂറന്റെ അലിഫിനെ കുറിച്ച് പറയാം. മക്സൂറന്റെ അലിഫ് കൊണ്ടാണ് ഒരു ഇസ്മ അവസാനിക്കുന്നത് എങ്കിൽ അതിലെ അലിഫിനെ ഇതെങ്ങനെ ഇപ്പൊ നമ്മൾ നിസ്ബയാക്ക? ഇതെങ്ങനെ നിസ്ബയാക്ക? കുറച്ച് ഇടങ്ങാറില്ലേ നിസ്ബയാക്കാൻ? അസോയ്യു എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് ഇടങ്ങാറില്ലേ? ഇവിടെ നമുക്ക് ഇതിന് തൊട്ട് മുമ്പുള്ളതിന് കസർ കൊടുക്കണമെങ്കിലും ഇടങ്ങാറാണ് അല്ലെ. അലിഫിന് ഹർക്കത്തുകളൊന്നും താങ്ങൂല, അപ്പം കസറൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്താ ചെയ്യ? ഇത് ഈ അലിഫിനെ പിടിച്ചിട്ട് വാവാക്കുക. തുഖ്ലബു വാവൻ. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസവിയ് എന്നാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? മഖ്സൂറയുടെ അലിഫ് കൊണ്ട് അവസാനിക്കുന്നതാണ് ഒരു പദം എങ്കിൽ അതിലെ മഖ്സൂറയുടെ അലിഫിനെ വാവായി മറിക്കണം. വളരെ സിമ്പിളാണ്. ഒന്നും പഠിക്കാനില്ല, വേറെ ഒന്നും പഠിക്കാനില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ ചെറിയ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് റാബി ആണെങ്കിൽ, ഏത് അലിഫ്, ഇവിടെ ഞാൻ മർമാന്ന് എഴുതിയെടുത്തൊരു യാന് പുള്ളി ഇട്ടിട്ടുണ്ട്, പുള്ളി വേണ്ട കേട്ടോ, അത് അലിഫാണ് വേണ്ടത്. തെറ്റിപ്പോയതാണ് എഴുതിയപ്പം. മർമ എന്നാണ് വേണ്ടത്. മർമ എന്ന് എഴുതുമ്പം യാ ആണ്, യാ അല്ല, യാ പോലെ എഴുതിയിട്ടുണ്ടെങ്കിലും അലിഫ് ആയിരിക്കും. അലിഫ് ആകുമ്പോൾ പുള്ളി ഇടൂല. ഓക്കെ. അപ്പൊ ഇത് നാലാമത്തെ അക്ഷരല്ലേ മക്കളെ? 1 2 3 നാലാമത്തെ അക്ഷരല്ലേ അലിഫ്? അലിഫ് നാലാമത്തെ അക്ഷരമാണെങ്കിൽ അത് അസ്ലിയുമാണെങ്കിൽ, സായിദയൊന്നും അല്ല, അസ്ലി തന്നെയാണ്. വകാനത്തിൽ ഹർഫു സാനിയ ഫിൽ ഇസ്മി സാക്കിനതൻ, അത് നാലാമത്തെ അക്ഷരമാണ്, അത് സായിദയല്ല, എന്താണ്? അസ്ലിയുമാണ്. പിന്നെയോ അതിലെ ആ വാക്കിലെ രണ്ടാമത്തെ അക്ഷരം സാക്കിനുമാണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ ഇവിടെ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്താന്നുള്ളത് നമുക്ക് പാഠത്തിൽ പഠിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിപ്പോ ഇത് നാലാമത്തെ അക്ഷരാണെങ്കിൽ ഇത് ജസ്റ്റ് ഇതങ്ങ് പഠിച്ചു വെക്കണം എന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് ഇത് ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നെങ്കിലും ഇതൊന്നും അല്ലാത്ത, ഈ കണ്ടീഷൻ ഒന്നും അല്ലാത്തടത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പാഠത്തിൽ എന്തില്ല, പഠിക്കാനേ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ സാധനം നാലാമത്തെ അക്ഷരമാവുകയും അത് അസ്ലിയാവുകയും അതിലെ രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂൻ ആവുകയും ചെയ്താൽ, അലിഫ് നാലാമത്തെ അക്ഷരാവുക, ആ അലിഫ് അസ്ലിയാവുക, രണ്ടാമത്തെ ആ വാക്കിലെ രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂനുമായാൽ അപ്പോഴും ഖസുറ ഖൽബുഹ വാവൻ, എന്തെന്നെ ചെയ്യേണ്ടത്? വാവായിട്ട് മറിക്കല് തന്നെയാണ് കൂടുതലും. അധികവും വാവായിട്ട് മറിക്കലാണ്. പക്ഷേ വയജൂസുൽ ഹദ്ഫു, കളയുകയും ആവാം. സത്യത്തില് ഞാനിവിടെ ഈ ആയിട്ട് എഴുതി എന്താണെന്നറിയോ? തെറ്റിപ്പോയതല്ല നേരത്തെ. അതായത് ഇത് രണ്ടും തസ്ഗീർ ചെയ്തിട്ടുള്ള രണ്ട് രൂപങ്ങളാ. അതായത് നിങ്ങൾക്ക് മർമ എന്നതിനെ നമുക്ക് രണ്ട് രൂപത്തിൽ തസ്ഗീർ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹ്. എന്ത് ചെയ്യാം? നിസ്ബ ചെയ്യാം. മർമിയ് എന്നും പറയാം,
പിന്നെന്തും പറയാം, മർമവിയ് എന്നും പറയാം. ഇതൊക്കെ നിസ്ബ ചെയ്തിട്ട് എഴുതിയ രൂപങ്ങളാ. അപ്പം മർമിയ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ അലിഫിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് തൊട്ട് മുമ്പുള്ളതിന് കസർ കൊടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, നിസ്ബയാക്കിയിരിക്കുകയാണ്. എന്നാൽ മർമവിയ് എന്ന് പറയുമ്പോൾ അലിഫിനെ കളയുന്നില്ല, അലിഫിനെ മറിച്ചിട്ട് വാവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അലിഫിനെ കളയുകയും ആവാം, വാവായിട്ട് മറിക്കുകയും ചെയ്യാം. കൂടുതലും വാവായിട്ട് മറിക്കലാണ്. ഇവിടെയും വാവായിട്ട് തന്നെ മറിച്ചത്, ഇവിടെയും കൂടുതലും വാവായിട്ട് തന്നെ മറിക്കലാണ്. അതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്താൽ മതി, ഒന്നിച്ചങ്ങ് ഓർമ്മിച്ചു വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. പറഞ്ഞു ഇത്രേ ഉള്ളൂ. മുഅന്നസ് താവ് കൊണ്ട് മുഅന്നസ് ആയതാണെങ്കിൽ എന്ത് ചെയ്യണം, തായിനെ കളയണം. അലിഫുൽ മക്സൂറ കൊണ്ട് മുഅന്നസ് ആയതാണെങ്കിൽ എന്ത് ചെയ്യണം, അലിഫുൽ മക്സൂറ കൊണ്ട് മുഅന്നസ് ആയതാണെങ്കിൽ മൂന്നാമത്തെ അക്ഷരമാണെങ്കിൽ വാവായിട്ട് മറിക്കണം. മൂന്നാമത്തെ അക്ഷരമായിട്ടാണ് ഇവിടെ അലിഫ് വരുന്നതെന്നുണ്ടെങ്കിൽ വാവായിട്ട് മറിക്കണം. നാലാമത്തെ അക്ഷരമാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂനുമാണെങ്കിൽ വാവായിട്ട് മറിക്കലാണ് കൂടുതലും ചെയ്യുക. പക്ഷെ എന്തും അനുവദനീയമാണ്, കളയലും അനുവദനീയമാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ മക്സൂറിന്റെ അലിഫ് എന്ന് പറഞ്ഞതുപോലെ തന്നെ വേറെ ഒരാൾ ആരാണ്, മംദൂദന്റെ അലിഫ് എന്ന് പറയുന്ന ആളാണ്. മംദൂദയുടെ അലിഫ് കൊണ്ടാണ് മുഅന്നസ് ആയിരിക്കുന്നത് എങ്കിലും വാവായിട്ട് മറിക്കണം. ഇതിപ്പോ എന്താണ് ഇതെങ്ങനെ പറയാൻ കാരണം, ഇവിടെ ചെറിയ 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 വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നത്. ഇപ്പൊ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ എന്ന് അവസാനിക്കുന്നതാണ്. അപ്പൊ മംദൂദന്റെ അലിഫാണ് കിടക്കുന്നത്. അലിഫിന് ശേഷം ഹംസയും കൂടെ ഉണ്ട്. മംദൂദന്റെ അലിഫാണ്. മംദൂദന്റെ അലിഫ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വാവായിട്ട് മറിക്കണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹംസ എന്ത്, ഈ ഹംസ, ഈ അവസാനം വരുന്ന ഹംസ അസ്ലിയാണെങ്കിൽ വജബ ഇസ്ബാത്തുഹ, അതിനെ നിലനിർത്തൽ നിർബന്ധമാണ്. അത് മറിക്കാൻ പറ്റില്ല, വാവാക്കി മറിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയേ, ഖുറാ എന്നതിന്റെ അകത്ത് ആരുണ്ട്, നമ്മൾ കാണുമ്പം ഖുറാ എന്നതിന്റെ അകത്ത് നമ്മൾ കാണുമ്പം ഒരു മംദൂദന്റെ അലിഫും ഹംസയൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഈ വാക്ക് എന്തായിരുന്നു സത്യത്തില്, ഖറഅ എന്നല്ലേ, അല്ലെങ്കിൽ ഖറഅ യഖ്റഉ ഖിറാഅത്ത് എന്നൊക്കെ അല്ലേ, അതിലൊക്കെ ഈ ഹംസ ഉണ്ടല്ലോ. അപ്പൊ ഹംസ അസ്ലിയാണല്ലോ, അസ്ലിയായ ഹംസയാണ് ഇത് എങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വാവായിട്ട് മറിക്കാൻ പറ്റൂല. ഇത് നമ്മൾ ഹംസയായിട്ട് തന്നെ വായിക്കണം. അത് ഒറിജിനൽ അക്ഷരാണല്ലോ, ആ വാക്കിന്റെ തനത് അക്ഷരമാണ്. പുതിയതായിട്ട് കൊണ്ടുവന്നതോ വേറെ എവിടെന്നെങ്കിലും പിന്നെ മാറ്റി മറിച്ചുണ്ടാക്കിയതൊന്നുമല്ല. ആ വാക്ക് ഉണ്ടായ കാലം മുതൽ അതിന്റെ കൂടെയുള്ള അക്ഷരമാണ്, അതിനെ നമുക്ക് മറിക്കാൻ പറ്റില്ല. അസ്ലിയായ അക്ഷരമാണ്, അതിനെ മറിക്കാൻ പറ്റില്ല. അതേസമയം ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ സഫർ അല്ലെങ്കിൽ സിഫർ എന്നൊക്കെ പറയുന്ന 3 അക്ഷരങ്ങളാണ് അസ്ലി. ബാക്കി ആ അലിഫു ആവു ഹംസയൊക്കെ എന്ത് ചെയ്തതാണ്, പിന്നീട് വാക്കിൽ വ്യത്യാസങ്ങൾ, അതിന്റെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് സായിദയാണ് എന്ന് പറയാം. ഇത് അസ്ലിയായ അക്ഷരങ്ങളല്ല, സായിദയാണ്. സായിദ ആകുമ്പോൾ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് മറിച്ചിടാം. സായിദല്ലേ, നമ്മൾ പിന്നെ കൊടുത്തല്ലേ, അതിനെ നമുക്ക് മാറ്റാം. പക്ഷേ അസ്ലി ആകുമ്പോൾ മാറ്റാൻ പറ്റൂല. ഇതാണ് മംദൂദയുടെ അലിഫുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മംദൂദയുടെ അലിഫ് എന്ന് പറഞ്ഞാൽ അവസാനം ഹംസ ഉണ്ടാകും. ആ ഹംസയെ നമുക്ക് വാവായിട്ട് മറിക്കാം. പക്ഷേ ആ ഹംസ അസ്ലിയായ ഹംസയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, വാവായിട്ട് മറിക്കാൻ പറ്റൂല, ഹംസയായിട്ട് തന്നെ നിലനിർത്തണം. വളരെ സിമ്പിൾ ആണ്. നിസ്ബ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിലേക്ക് ശബ്ദമുള്ള യാ ചേർക്കുക എന്നുള്ളതാണ്. അർത്ഥത്തിൽ എന്താ വ്യത്യാസം വരിക, വേറെ എന്തോന്നിനെ അതിലേക്ക് ചേർത്തി പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ പദങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക. അപ്പൊ അങ്ങനെയുള്ള യാ ചേർക്കുന്ന പരിപാടിക്ക് നിസ്ബ എന്ന് പറയുന്നു. അതിന്റെ ഹുക്കുമാണ് യാന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുക്കുക എന്ന് പറയുന്നത്, അതിന്റെ ഹുക്കുമാണ്. അത് മാത്രമല്ല, 3 അക്ഷരമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് കസറുള്ള ഒരു പദത്തെ നമ്മൾ നിസ്ബ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, നമുക്ക് അതിനെ ആ കസറിനെ മാറ്റിയിട്ട് ഫത്തഹാക്കണം. അതേസമയം 4 അക്ഷരമുള്ള പദങ്ങളാണെങ്കിൽ ആ കസറിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല. കസർ കസറായിട്ട് തന്നെ നിലനിർത്തിയാൽ മതി. മുഅന്നസായ പദത്തെയാണ് നമ്മൾ നിസ്ബ ചെയ്യുന്നത് എങ്കിൽ, ഒരു മുഅന്നസായ ഇസ്മിലേക്കാണ് നമ്മൾ യാഗ് ചേർക്കുന്നത് എങ്കിൽ, മുഅന്നസായ ഇസ്മിലേക്കാണ് യാഗ് ചേർത്ത് നിസ്ബയാക്കുന്നത് എങ്കിൽ, താവ് കൊണ്ട് മുഅന്നസായതാണെങ്കിൽ തായിനെ കളയണം. അലിഫുൽ മക്സൂറ കൊണ്ട് മുഅന്നസായതാണെങ്കിൽ ആ അലിഫിനെ മറിച്ച് വാവാക്കണം, 3ാമത്തെ അക്ഷരമാണെങ്കിൽ. പക്ഷെ അത് 4ാമത്തെ അക്ഷരമാണെങ്കിൽ, 2ാമത്തെ അക്ഷരം സാക്കിനുമാണെങ്കിൽ വാവാക്കൽ തന്നെയാണ് അപ്പോഴും കൂടുതൽ. പക്ഷെ എന്തുകൂടി അനുവദനീയമാണ്, അതിനെ കളയലും കൂടി അനുവദനീയമാണ്. ആ അലിഫിനെ അങ്ങ് കളയാം, എന്നിട്ട് മർമിയ് എന്ന് പറഞ്ഞാൽ മതി. മർമവിയ് എന്ന് പറയുന്നതിലും തെറ്റില്ല. അടുത്തത് എന്താണ്, മുഅന്നസ് തന്നെയാണ്. പക്ഷെ മുഅന്നസ് എന്ന് പറയുമ്പോൾ മംദൂദയുടെ അലിഫ് കൊണ്ട് മുഅന്നസ് ആയത്. മംദൂദയുടെ അലിഫിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നുമില്ല, വാവായിട്ട് മറിക്കണം എന്നാണ് കോമൺ ആയിട്ട് നിയമം പറയേണ്ടത്. പക്ഷേ അത് അസ്ലി ആണെങ്കിൽ അതിനെ നിലനിർത്തണം, മറിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠാണ്. പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി വേണമെങ്കിൽ ഞാൻ പാഠം ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറയാം. പുസ്തകത്തിലേക്ക് നോക്കുക. അദ്ദർസു സാമിൻ, 8ാമത്തെ പാഠം. ഇബ്നു മാലിക്കിൻ റഹിമഹുല്ലാ. ഹുവ, ഇബ്നു മാലിക് എന്നവര് മുസന്നിഫുൽ അൽഫിയ, അൽഫിയയുടെ രചയിതാവാകുന്നു. മുസന്നിഫ് എന്ന് പറഞ്ഞാൽ രചയിതാവ് കേട്ടോ.
അൽഫിയ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ നെഹ്വിലെ 1000 ബൈത്തുകൾ ഉൾക്കൊള്ളിച്ച നെഹ്വിന്റെ നിയമങ്ങളെ, ഗ്രാമർ നിയമങ്ങളെ മനോഹരമായി ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ അൽഫിയ എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ രചയിതാവാകുന്നു ഇബ്നു മാലിക്. വസ്മുഹു, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് എന്നാണ്. ഇബ്നു മാലിക് എന്നാണ് എല്ലാവരും അറിയാമെങ്കിലും അദ്ദേഹത്തിന്റെ ശരിയായ പേര് മുഹമ്മദ് എന്നാണ്. ഇബ്നു മാലിക് എന്ന് പറഞ്ഞാൽ മാലിക് എന്നവരുടെ മകൻ എന്നാണ് അല്ലെ. പക്ഷെ ഇദ്ദേഹം മാലിക് എന്നവരുടെ മകനല്ല, മാലിക് എന്നവരുടെ മകന്റെ മകനാണ്. പക്ഷെ ഉപ്പാപ്പാന്റെ പേരിലാണ് ഇദ്ദേഹം ഫേമസ് ആയത്. അബൂഹു അബ്ദുല്ലാഹിബിൻ മാലിക്, ഇദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് അബ്ദുല്ലാഹിബിൻ മാലിക് എന്നാണ്. ഇബ്നു മാലിക്കിന്റെ വാപ്പാരാന്ന് ചോദിച്ചാൽ മാലിക് എന്ന് എഴുതിയത് ആരാണ്? അബ്ദുല്ലാഹിബിൻ മാലിക് ആണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഇനി നോക്കിയേ, ഹുവ അത്വാഇയുൻ നസബ്, അദ്ദേഹം ത്വാഇ ഗോത്രക്കാരനാണ്. ത്വയ്കാരനാണ്. നസബ് തറവാട് ഗോത്രം ത്വയ് ആണ്. അന്ദുലുസിയുൽ ഇഖ്ലീമി, അന്ദുലുസ് നാട്ടുകാരനാണ്, അന്ദുലുസ് രാജ്യക്കാരനാണ്. അഷാഫിഈയുൽ മദ്ഹബി, ഷാഫിഈ മദ്ഹബുകാരനാണ്. അപ്പൊ ഇബ്നു മാലിക് എന്നവരെ നമ്മൾ ഷാഫിഈ എന്നതിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് ഷാഫിഈ, അന്ദുലുസ് എന്നതിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് അന്ദുലുസിയ്, ത്വയ് എന്നതിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ട് ത്വാഇയ്. ത്വയ്യിൽ എങ്ങനെ ത്വാഇ ആകുന്നതെന്ന് ചോദിച്ചാൽ അത് കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് അത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ത്വയ്യിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ത്വാഇ എന്നാണ് വരിക എന്നുള്ളത് അങ്ങനെ വിചാരിച്ചേക്ക്. ഓക്കെ. ജയ്യാനിയുൽ മൻശഇ, അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ ജയ്യാനില. അതുകൊണ്ട് ജയ്യാനിയുൽ മൻശഇ, ജയ്യാനുകാരനായി വളർന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ കോഴിക്കോട്ടുകാരനാണെന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം അന്ദുലുസിയാണ്. കോഴിക്കോട്ടുകാരനാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ആരാണ്? ജയ്യാനിയാണ്. അനി ദിമഷ്കിയുദ്ദാർ, ഡമസ്കസിലാണ് അദ്ദേഹം താമസിച്ചത്. ജനിച്ചതും വളർന്നതൊക്കെ ജയ്യാനിലാണെങ്കിലും അദ്ദേഹത്തിന്റെ അധ്യാപനവും അദ്ദേഹത്തിന്റെ സേവനവും ഒക്കെ അദ്ദേഹം പിന്നീട് വീട് വെച്ച് താമസിച്ചതൊക്കെ എവിടെയാണ്? ഡമസ്കസിലാണ്. അപ്പൊ ദിമഷ്കിയുദ്ദാർ, ദിമഷ്കാരനുമാണ്. അപ്പൊ ത്വാഇയാണ്, അന്ദുലുസിയാണ്, ഷാഫിഇയാണ്, ജയ്യാനിയാണ്, ദിമഷ്കിയാണ്. വബിഹാ തൗഫിയ, ആ ഡമസ്കസിൽ വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. ലിത്നത്തെ അശ്റത ലൈലത്തൻ ഖലത് മിൻ ശഅബാന, ഷഅബാനിലെ 12 രാത്രികൾ കഴിഞ്ഞപ്പോ, 12 രാത്രികൾ കഴിഞ്ഞാൽ 12ാമത്തെ പകലായിരിക്കും. 12-ന്, ഷഅബാൻ 12-ന്. സനത്ത് 72 വ600 മിനൽ ഹിജ്റ, ഹിജ്റ 672, ഹിജ്റ 672-ൽ ഷഅബാൻ 12-ന് ഡമസ്കസിൽ വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. വഹുവ ഇബ്നു 75 സന, അദ്ദേഹത്തിന് അന്ന് 75 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 75 വയസ്സുണ്ടായിരുന്ന സമയത്ത് ഡമസ്കസിൽ വെച്ച് ഹിജ്റ 672 ഷഅബാൻ 12-ന് അദ്ദേഹം വഫാത്തായി. റഹിമഹുല്ലാഹു തആല, അല്ലാഹു തആല അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ. കുറെ കളർ കൊടുത്തിട്ടുള്ള പദങ്ങളുണ്ട് അല്ലെ. ത്വാഇ, അന്ദുലുസി, ഷാഫിഈ, ജയ്യാനി, ദിമഷ്ഖി ഒക്കെ. കുല്ലു വാഹിദിൻ മിൻഹാ മൻസൂബൻ, ഇവയൊക്കെ എന്താണ്? നിസ്ബ ചെയ്യപ്പെട്ട വാക്കുകളാണ്. അന്നിസ്ബത്തു, നിസ്ബ എന്ന് പറഞ്ഞാല് ഇൽഹാഖു ആഖിറിൽ ഇസ്മി യാഅൻ മുശദ്ദദ, ഒരു ഇസ്മിന്റെ അവസാനത്തിൽ ശദ്ദുള്ള യാ ചേർക്കലാണ് നിസ്ബ. എന്തിനു വേണ്ടിയിട്ട് ശദ്ദുള്ള യാ ചേർക്കുന്നു? ലിദ്ദലാലത്തി അലാ നിസ്ബത്തി ശൈഇൻ ഇലൈഹി, എന്തോ ഒരു സാധനത്തെ ആ ഇസ്മിലേക്ക് ചേർത്തി പറയാൻ വേണ്ടിയിട്ട്, ഒരു സാധനത്തെ അല്ല ഒരു വ്യക്തിയൊക്കെ ആ ഇസ്മിലേക്ക് ചേർത്തി പറയാൻ വേണ്ടിയിട്ട്. അന്ദുലുസ് എന്നതിലേക്ക് ഇബ്നു മാലിക് എന്നവരെ ചേർത്തി പറയുമ്പം വെറും ഇബ്നു മാലിക് അന്ദുലുസ് എന്ന് പറഞ്ഞാൽ എന്താവൂല, ഒരു മാച്ച് വരൂല. അപ്പൊ മാച്ച് വരാൻ എന്ത് ചെയ്യണം? അന്ദുലുസുകാരനായ ഇബ്നു മാലിക് എന്ന് പറയണം. അപ്പൊ കാരനായ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ അതിന്റെ അവസാനത്തിൽ ഒരു യാ ചേർത്ത് കൊടുക്കുന്നു. വഹുക്മുഹ, ഇതിന്റെ വിധി എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അയുക്സറ മാ ഖബ്ലൽ യാഇ ലിൽ മുനാസബത്തി, ഒരു യോജിപ്പുണ്ടാവാൻ യാഇന് തൊട്ട് മുമ്പുള്ളതിന് കസ്റ് കൊടുക്കണം എന്നതാണ് ഇതിന്റെ ഹുക്മ്. ഇപ്പൊ ത്വാഇയ്, ഇയ് എന്നുള്ള ഒരു രീതിയിലാണ് ഇത് അവസാനിക്കേണ്ടത്. അവസാനത്തത് യാ ആണെങ്കിൽ തൊട്ട് മുമ്പ് കസ്റും കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്തും നിസ്ബ ചെയ്യുന്നത്. ഇദാ കാനൽ ഇസ്മുൽ മൻസൂബ് ഇലൈഹി സുലാസിയൻ മക്സൂറ ലൈനി, ഇനി നമ്മൾ നിസ്ബ ചെയ്യുന്ന യാഇനെ ചേർത്തുകൊണ്ട് നിസ്ബ ചെയ്യാൻ ശ്രമിക്കുന്ന പദം, ആ ഇസ്മ ഒരു ഐനിന് കസറുള്ള സുലാസിയാണെങ്കിൽ, രണ്ടാമത്തെ അക്ഷരത്തിന് കസറുള്ള സുലാസിയാണെങ്കിൽ, സുലാസി എന്ന് പറഞ്ഞാൽ 3 അക്ഷരം ഉള്ളത്, അതിൽ രണ്ടാമത്തെ അക്ഷരത്തിന് കസറുവാണെങ്കിൽ, ഫതഹ്ത ഐനഹു ഇൻദ നിസ്ബത്തി ഇലൈഹി, അതിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിലേക്ക് നിസ്ബ ചെയ്യാന്ന് പറയുമ്പോൾ നിസ്ബന്റെ യാ ചേർക്കാന്ന്. അങ്ങനെ ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിലെ ഐനിന്റെ കസറ് മാറ്റി ഫതഹാക്കണം. യാ ചേർക്കുമ്പോൾ തൊട്ട് മുന്നത്തെ അക്ഷരത്തിന് കസർ തന്നെയാണ്, അതിൽ മാറ്റില്ല. അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഓൾറെഡി ഇവിടെ ഉള്ളത് കസറാണ്, അത് മാറ്റിയിട്ട് ഫതഹാക്കണം. അതാ പറയുന്നത്. ഫതഖൂലു ഫി ഫഖിദ്, ഫഖിദ് എന്നതിലേക്ക് നിസ്ബ ചെയ്യുമ്പം, ഫഖിദ് എന്നതിലേക്ക് നിസ്ബ ചെയ്യുമ്പം ഫഖദിയ് എന്നാ പറയേണ്ടത്, ഫഖിദിയ് എന്നല്ല. അപ്പം ദാലിന് കസർ കൊടുത്തു, കാരണം എന്താ? യാന്റെ തൊട്ട് മുമ്പ് വരുന്നത് ദാലായതുകൊണ്ട് ഇതിന് കസർ തന്നെ കൊടുക്കണം. എന്നാൽ അതിന്റെ മുമ്പ് വരുന്നത് ആ വാക്കിലെ, ഫഖിദ് എന്ന വാക്കിലെ രണ്ടാമത്തെ അക്ഷരാണ്. 3 അക്ഷരമുള്ള വാക്കിലെ രണ്ടാമത്തെ അക്ഷരം കസറായിട്ട് വന്ന നിസ്ബ ചെയ്യുമ്പോൾ അതെന്തായി മാറും? ഫതഹായി മാറും, മാറ്റണം.
ഒഫി മലിക്ക്, മലിക്ക് രാജകീയമായ, രാജാവുമായി ബന്ധപ്പെട്ടതിനെ രാജകീയം, റോയൽ എന്ന് പറയും. അങ്ങനെ പറയാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കാം മലിക്കിയ് എന്നല്ല, മലക്കിയ് എന്നാണ് പറയാ. രാജകീയ ശാസന, രാജകീയ കൽപ്പന, രാജകീയമായ വസ്ത്രം, അല്ലെങ്കിൽ രാജകീയ എഴുന്നള്ളിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് മലിക്കിയ് മലിക്കിയ് എന്നല്ല പറയാം, മലക്കിയ് മലക്കിയ് എന്നാ പറയാ. അപ്പൊ മലക്കിയ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മലക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മലിക്കുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നോർമലി. കാരണം മലിക്കുമായി ബന്ധപ്പെട്ടാണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. മലക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോ അങ്ങനെ കൂടുതൽ നമ്മൾ പറയേണ്ടി വരില്ലല്ലോ, അല്ലെ? അപ്പൊ മലിക്കിയ് എന്നതിൽ എന്നല്ല തസ്ഗീർ ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടത്? നിസ്ബ ചെയ്യേണ്ടത് മലക്കിയ് എന്നാണ് നിസ്ബ ചെയ്യേണ്ടത്. വൈൻകാന റുബായിയൻ മക്സൂറൽ ഐനി, ഇനി ഈ പറയുന്ന ഇസ്മ മക്സൂറൽ ഐനായ റുബായി ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇബ്ഖി ഐനഹു അലാ കസ്രിഹ, അതിനെ ആ കസ്റിൽ തന്നെ നിലനിർത്തിയാൽ മതി. ആ ഐനിനെ കസ്റിൽ തന്നെ നിലനിർത്തിയാൽ മതി. ഇബ്ഖി ഐനഹു, ആ പദത്തിന്റെ ഐനിനെ നീ നിലനിർത്തണം. അലാ കസ്രിഹ, ആ ഐനിന്റെ കസ്റിൽ തന്നെ നിലനിർത്തണം. ഉദാഹരണം മശ്രിഖിയ്, മഗ്രിബിയ്, ഇങ്ങനെയൊക്കെ. മശ്രിഖ് എന്നതിലേക്ക് നിസ്ബ ചെയ്യുമ്പം മഷ്റഖി എന്നാക്കേണ്ട ആവശ്യമില്ല, മശ്രിഖിയ് എന്ന് തന്നെ ആക്കിയാൽ മതി, പറയാൻ എളുപ്പമുണ്ടല്ലോ. മഗ്രിബ് എന്നതിനെ മഗ്രിബിയ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. 4 അക്ഷരം ഉണ്ടെങ്കിൽ ആ ഐന് തന്നെ നിലനിർത്തുക. 3 അക്ഷരമാണെങ്കിൽ ഐന് നിലനിർത്തണം, ഐനിന്റെ കസ്റ നിലനിർത്തുക. 3 അക്ഷരമാണെങ്കിൽ ഐനിന്റെ കസ്റ മാറ്റി ഫത്ഹാക്കുക. ഇതാക്കാൻ ഇസ്മു മുഅന്നസൻ ബിത്ത, താ കൊണ്ട് മുഅന്നസായ ഇസ്മാണെന്നുണ്ടെങ്കിലോ വജബ ഹദ്ഫു താഹിനെ കളയണം. നാസിരിയ്, നാസിറത്തിനെ നിസ്ബ ചെയ്യുമ്പോൾ, നാസിറത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പം നാസിരിയ് എന്നാണ് പറയേണ്ടത്, നാസിറത്തിയ് എന്ന് പറഞ്ഞ തെറ്റാണ്. ഇദാ കാന ഇസ്മു മുഅന്നസൻ ബി അലിഫിൽ മക്സൂറ, ഇനി ഇസ്മ അലിഫുൽ മക്സൂറ കൊണ്ട് മുഅന്നസ് ആണെങ്കിൽ, അലിഫുൽ മക്സൂറ, അപ്പം അലിഫുൽ മക്സൂറ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫത്ത, അസ എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ മനസ്സിലേക്ക് വരണേ. മക്സൂറ എന്ന് പറയുമ്പോൾ അസ, ഫത്ത എന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ വരണം. അപ്പൊ അസോ അല്ലെങ്കിൽ ഫത്ത ഇങ്ങനെയുള്ള വാക്കുകൾ. ഫൈൻകാനത്തെ സാലിസത്തൻ, അത് 3ാമത്തെ അക്ഷരമായിട്ടാണ് അലിഫ് വരുന്നത് എന്നുണ്ടെങ്കിൽ, 3ാമത്തെ അക്ഷരമായിട്ടാണ് അലിഫ് വരുന്നത്, തുഖ്ലബ് വാവൻ, അപ്പൊ നേരെ വാവായിട്ട് മറിക്കുക. അസവിയ്, അസ എന്നുള്ളതിനെ അസവിയ്, ഫതവിയ് അല്ലെ, ഫി ഫത്ത, ഫത്ത എന്നതിനെ നിസ്ബ ചെയ്യുമ്പം ഫതവിയ്. ഫൈൻകാനത്ത് റാബിയത്തൻ, എന്നാൽ ഈ അലിഫ് 4ാമത്തെ അക്ഷരമാണെങ്കിൽ, വകാനത്ത് അസ്ലിയത്തൻ, അത് അസ്ലിയായതുമാണ്. വകാനത്തിൽ ഹർഫു സാനിയ സാക്കിനത്തൻ, അത് ആ ഇസ്മിലുള്ള 2ാമത്തെ അക്ഷരം സാക്കിനുമാണെങ്കിൽ, 2ാമത്തെ അക്ഷരത്തിന് സുക്കൂന, മർ, 2ാമത്തെ അക്ഷരത്തിന് സുക്കൂനായല്ലോ. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ മർമാ. കസുറ ഖൽബുഹ വാവൻ, അപ്പോഴും വാവായിട്ട് മറിക്കലാണ് കൂടുതലും, സാധാരണ വാവായിട്ട് മറിക്കുക ചെയ്യുക. പക്ഷേ വാവായിട്ട് മറിക്കുന്നതാണെങ്കിൽ മർമാ എന്നുള്ളതിനെ നമുക്ക് മർമവി എന്നാക്കിയാൽ മതി. വയജൂസുൽ ഹദ്ഫു, ആ അലിഫിനെ കളയലും കൂടി അനുവദനീയമാണ്. ഉദാഹരണം മർമ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? മർമിയ് എന്നാക്കാം. ഇപ്പൊ മർമ എന്നത് വന്നിട്ട് നിസ്ബ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മർമിയ് എന്നും എഴുതാം, മർമവിയ് എന്നും എഴുതാം, വേണമെങ്കിൽ രണ്ടും എഴുതാം. ഏതെല്ലാം ശരിയാണ്. വൈൻകാനൽ ഇസ്മു മുഅന്നസൻ ബി അലിഫിൽ മംദൂദ, മംദൂദയുടെ അലിഫ് കൊണ്ടാണ് ഇസ്മു മുഅന്നസ് ആയിരിക്കുന്നത് എങ്കിൽ തുഖ്ലബു വാവൻ, ആ മംദൂദന്റെ അലിഫിനെയും വാവായിട്ട് തന്നെയാണ് മറിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ഏകദേശം വാവായിട്ട് മറിക്കൽ തന്നെയാണ്. പക്ഷെ 4 അക്ഷരമുള്ള 2ാമത്തെ അക്ഷരത്തിന് സുക്കൂനായ മക്സൂറിന്റെ അലിഫാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ അക്ഷരം മക്സൂറിന്റെ അലിഫായിട്ട് വരുമ്പം നമുക്ക് വേണമെങ്കിൽ അത് കളഞ്ഞിട്ടും ചെയ്യാം, അത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? ബാക്കിയൊക്കെ വാവായിട്ട് മറിക്കൽ തന്നെയാണ്. അപ്പം വാവായിട്ട് മറിക്കണം. നെഹു സഫറാവിയ്, സഫറാ എന്നതിനെ നിസ്ബ ചെയ്താൽ സഫറാവിയ് എന്നാവും. പക്ഷെ വേദാകാരത്ത് അസ്ലിയത്തൻ, ആ അവസാനം വരുന്ന ഹംസ അസ്ലിയായ ഹംസയാണെങ്കിൽ, മംദൂദയാകുമ്പോൾ അവസാനത്തിൽ ഹംസ ഉണ്ടാവുമല്ലോ, അലിഫും ഹംസയും കൂടെ ഉണ്ടാവും, അപ്പോഴാണ് മംദൂദ എന്ന് പറയാം. അത് അസ്ലിയായ ഹംസയാണെങ്കിൽ വജബ ഇസ്ബാത്തുഹ, അത് നിലനിർത്തൽ നിർബന്ധമാണ്. ഖുറാ എന്നതിനെ നിസ്ബ ചെയ്യുമ്പോൾ ഖുറാഇ എന്ന് പറയണം. അപ്പൊ ഇതാണ് പാഠം. യാ അൻ കയൽ കുർസിയ സാദു ലിന്നസബ്, ഒരു കുർസിയിലെ യാഗ് പോലത്തെ ഒരു യാഗിനെ, കുർസിയിലെ യാഗ് പോലത്തെ യാഗ് എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങളും ഉണ്ട് അല്ലെ. കുർസി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഷദ്ദുള്ള യാഗുമാണ്, തൊട്ടുമുമ്പ് കസുറുമാണ്. പക്ഷെ കസുറുവാണെന്നുള്ളത് മൂപ്പര് വേറെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഷദ്ദുള്ള ഒരു യാഇനെ സാദു അവർ അധികരിപ്പിക്കാറുണ്ട് ലിന്നസബി, നിസ്ബ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വാക്കിൽ നിസ്ബ ചെയ്യണമെങ്കിൽ അവരെന്താ ചെയ്യുക? ഷദ്ദുള്ള യാഇനെ അധികരിപ്പിക്കും. അപ്പൊ കുല്ലുമാ തെലീഹി, അതിനോട് ചേർന്ന് വരുന്നത്, അതിന്റെ തൊട്ട് മുമ്പ് വരുന്നതിന് കസ്റുഹു വജബ്, അതിന് വജബ് എന്താണ്? കസ്ർ ചെയ്യൽ വാജിബാണ്. അതിന്റെ തൊട്ട് മുന്നേ വരുന്നത് കുല്ലുമാ തെലീഹി എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പ് വരുന്നത്, അത് എന്തിനോട് ചേർന്നാണോ വരുന്നത് ആ അക്ഷരം, ഈ യാ ഏതിന്റെ കൂടെയാണോ വരുന്നത് ആ അക്ഷരത്തിന് കസ്ർ കൊടുക്കൽ നിർബന്ധമാണ്. അതാണ് നിസ്ബയുടെ ഹുക്മ് എന്ന് പറയുന്നത്. തദ്രീബാത്തും വേണമെങ്കിൽ ഒന്ന് വായിച്ചുതരാം. നിസ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽഹാഖു ആഖിറുൽ ഇസ്മി യാ മുശദ്ദദ ലിത്തലാലി അലാ നിസ്ബത്തി ഷൈഇൻ ഇലൈഹി, അല്ലേ? തുഫ്തഹു ഐനുൽ ഇസ്മി ഇൻദ നിസ്ബത്തി മത, ഇസ്മിനെ
നിസ്ബ ചെയ്യുമ്പം ഐനിന് ഫതഹ് കൊടുക്കണം. അതെപ്പോഴാ ഐന് ഫതഹ് കൊടുക്കണത്? എപ്പോഴാ? ഐന് മക്സൂർ ലൈനായ സുലാസി ആണെങ്കിൽ ഇസ്മ് ഇദാ കാനൽ ഇസ്മു സുലാസിയൻ മക്സൂർ ലൈനി, മക്സൂർ ലൈനായ സുലാസി ആണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? ഫതഹ് കൊടുക്കേണ്ടത്. അല്ലെ, കസറാണെങ്കിലല്ലേ ഫതഹ് കൊടുക്കേണ്ടത്. പക്ഷെ അപ്പോൾ അത് സുലാസി ആണെങ്കിലാണ് കേട്ടോ, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് വരേണ്ട പോയിന്റ്. സുലാസി ആണെങ്കിൽ, സുലാസിയൻ മക്സൂർ ലൈൻ, ഐനിന് കസറുള്ള സുലാസി ആണെങ്കിൽ. ഇദാ കാനൽ ഇസ്മു മുഅന്നസൻ ബിത്താഇ മാദാ യജിബു എന്ത് നിസ്ബത്തി? താ കൊണ്ട് മുഅന്നസ് ആയതാണ് നിസ്ബ ചെയ്യുമ്പോൾ എന്താ നിർബന്ധമാവുക? ഹദഫു താ, വജബ ഹദഫു താ, തായിനെ കളയൽ നിർബന്ധമാണ്. ഇനി തുഖ്ലബു അൽഫിൽ മക്സൂറ വാവൻ മത, മക്സൂറയുടെ അലിഫിനെ വാവായി മറിക്കൽ എപ്പോഴാണ്? മക്സൂറയുടെ അലിഫിനെ വാവായി മറിക്കാൻ നോക്ക്. ഫതാ ഫതവിയ്യ്, മർമാ മർമിയ്യ്. അപ്പൊ എപ്പോഴാ വാവായി മറിക്കുന്നത്? ഇൻകാനത്ത് സാലിസത്തൻ തുഖ്ലബു വാവൻ, അല്ലെ? അൽഫിൽ മക്സൂറയുടെ ആ അൽഫിൽ മക്സൂറ മൂന്നാമത്തെ അക്ഷരാണെങ്കിൽ വാവായിട്ട് മറിക്കണം. അതാണ്. നാലാമത്തെ അക്ഷരാണെങ്കിൽ, രണ്ടാമത്തെ അക്ഷരത്തിൽ സാക്കിനാണെങ്കിൽ വാവായിട്ട് മറിക്കൽ കൂടുതലും, പക്ഷെ മറ്റേത് അനുവദനീയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം വാവായിട്ട് മറിക്കേണ്ടത് എപ്പോഴാണ് എന്ന് മുത്തലക്കൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? വാവായിട്ട് മറിക്കേണ്ടത് എപ്പോഴാണ്? അത് മൂന്നാമത്തെ അക്ഷരമാകുമ്പോഴാണ്. ഇനി യജിബു ഇസ്മാത്തു അലിഫിൽ മംദൂദത്തി മത, മംദൂദയുടെ അലിഫിനെ നിലനിർത്തൽ നിർബന്ധമാണ്. മംദൂദ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരണം? സഹറാ, സമാ, പിന്നെ എന്താണ് ഖുറാ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉദാഹരണം വരണം. ആ അവസാനിക്കുന്ന സാധനങ്ങൾ മനസ്സിലേക്ക് വരണം. അതിലെ അലിഫിനെ നിലനിർത്തൽ നിർബന്ധമാണ്. അതെപ്പോഴാ? ഇൻകാനത്ത് അസ്ലിയത്തൻ, അത് അസ്ലിയാണെങ്കിൽ. ശരിക്കും അലിഫിനെ നിലനിർത്താന്നല്ല, അലിഫും ഹംസയും നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തും. ഹംസയാണ് നമ്മൾ നേരത്തെ മറിച്ചത് അല്ലെ, ഹംസയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിലനിർത്തുന്നുണ്ട്. ഫഹിദ് ഫഹിദിയെ, തെറ്റോ ശരിയോ? മൂന്നക്ഷരം ഉള്ളതാണെങ്കിൽ രണ്ടാമത്തെ അക്ഷരത്തിന് കസറാണെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചത് ഫതഹ് ആക്കണം എന്നല്ലേ പഠിച്ചത്. അപ്പൊ അവിടെ എന്താ വേണ്ടത്? ഫഹദിയ് എന്നാ വേണ്ടത്. മലിക്കും മലക്കിയും ശരിയാണോ? ശരിയാണ്, അല്ലെ? മയ്യിസ് സ്വഭാബ ബി ഹാദിഹി, മയ്യിസ് സ്വവാബ, സ്വവാബിനെ വേർതിരിച്ചാൽ മതി എന്ന് മുകളിൽ പറയുന്നുണ്ട്. തെറ്റുണ്ടെങ്കിൽ ശരിയാക്കുക, സഹിഹിൽ ഖത. അപ്പൊ മയ്യിസ് സ്വവാബ ശരിയാണെങ്കിൽ ശരിയിട്ടിട്ട് അതിനെ വേർതിരിക്കുക, ശരിയിട്ടിട്ട് അത് ശരിയാണെന്ന് അടയാളപ്പെടുത്തുക. അത് ശരിയാണ് കേട്ടോ. മലിക്കി എന്നുള്ളതിനെ മലക്കി എന്നാണ് എന്ത് ചെയ്യുക? നിസ്ബ ചെയ്യുന്നത്. മശ്രിഖ് മഷ്റഖി എന്നാണ്, തെറ്റാ. മശ്രിഖിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നാലക്ഷരം ആയതുകൊണ്ട് കസറിനെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ മശ്രിഖി എന്ന് തന്നെയാണ് വേണ്ടത്, മഷ്റഖി എന്നല്ല. മശ്രിഖി എന്നാണ് വേണ്ടത്. സാദിഖത്തുൻ സാദിഖിയത്തുൻ, അത് ശരിയാണ് ശരിക്കും പറഞ്ഞാല്. ചില കുട്ടികൾ വിചാരിക്കുമ്പോൾ അത് തെറ്റാണെന്ന്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വാദിഖിയുൻ എന്നാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, സ്വാദിഖിയുൻ എന്നാക്കാം. സ്വാദിഖിയത്തുൻ എന്നത് ശരിയാണ്, പക്ഷെ സ്വാദിഖത്തിയുൻ എന്നെന്തായാലും പറയാൻ പറ്റൂല. അങ്ങനെയാണ് ഇതിലുള്ളൂ. അല്ലാതെ സ്വാദിഖിയത്ത് എന്നുള്ളത് നമുക്ക് ചില സമയത്തൊക്കെ ഉപയോഗിക്കേണ്ടി വരാം. അത് പക്ഷെ വേറെ വിഷയമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്, മനസ്സിന് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ സ്വാദിഖിയ് എന്ന് ശരിയാക്കി എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. സ്വാദിഖിയും ശരിയാണ്, സ്വാദിഖിയത്തും ശരിയാണ്. പക്ഷെ യാഇന്റെ ഇടയെ കൊണ്ടുപോയിട്ട് താഴെ ചേർക്കുക എന്നുള്ളതാണ് നടക്കാത്തത്. മാത്രമല്ല സ്വാദിഖിയത്തും സ്വാദിഖിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വാദിഖിയ് എന്നത് നമ്മൾ നമ്മൾ നിസ്ബ ചെയ്യുന്ന ചേർക്കുന്ന സാധനം മുദക്കറാണെങ്കിലാണ് സ്വാദിഖിയ് എന്ന് പറയാം. മറ്റേത് മുഅന്നസ് ആണെങ്കിൽ സ്വാദിഖിയത്ത് എന്നൊക്കെ പറയേണ്ടി വരും. ഇപ്പം പിന്നെ വേറെ വിഷയമാണ്, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ടത്. നമുക്ക് തൽക്കാലം സ്വാദിഖിയ് എന്ന് എഴുതി കൊടുത്താൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. മർമ മർമവിയ് ശരിയാണോ? ശരിയാണ്. വേണമെങ്കിൽ ഒരു ശരിയും കൂടെ ഉണ്ട്, ഒരുപാട് ശരികളുണ്ട് അവിടെ, 2 ശരികളുണ്ട് അവിടെ. അതിൽ ഒരു ശരിയാണ് മർമവിയ്, രണ്ടാമത്തെ ശരിയാണ് മർമിയ്, രണ്ടും ശരിയാണ്. ഖുറാബി എന്ന് പറയുമ്പോൾ എന്തായാലും തെറ്റാണ്, കാരണം ഹംസ അസ്ലിയായ ഹംസയാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നമുക്ക് ആ ഹംസയെ നിലനിർത്തണം. അപ്പൊ ഖുറാഇ എന്നാണ് അവിടെ വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.